1950 to 1990 ഇന്ത്യൻ എക്കോണമി എന്ന് പറയുന്ന ചാപ്റ്ററിനെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഒന്ന് നമുക്ക് നോക്കാം. ഈ ചാപ്റ്ററിൽ നിന്ന് സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് എക്കണോമിക് സിസ്റ്റംസ് ഏതൊക്കെയാണ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവാറുണ്ട്. എക്കണോമിക് സിസ്റ്റംസ് എന്ന് പറയുന്നത് സമ്പദ് വ്യവസ്ഥകൾ 3 തരത്തിലാണുള്ളത്. ഒന്ന് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ അഥവാ ക്യാപിറ്റലിസം, 2 സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ അഥവാ സോഷ്യലിസം, 3 മിക്സഡ് എക്കോണമി മിശ്ര സമ്പദ് വ്യവസ്ഥ എന്ന പേരിൽ അറിയപ്പെടുന്ന മിക്സഡ് എക്കോണമി. 3 തരം എക്കണോമിക് സിസ്റ്റംസ് ആണുള്ളത്: ക്യാപിറ്റലിസം, സോഷ്യലിസം, മിക്സഡ് എക്കോണമി. ഇനി എന്താണ് ക്യാപിറ്റലിസം? ക്യാപിറ്റലിസം ഈസ് എ ഫോം ഓഫ് എക്കണോമിക് സിസ്റ്റം in which ownership of all factors by private sector, all factors owned by private sector, എല്ലാ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനും ഓൺ ചെയ്തു വയ്ക്കുന്നത് സ്വകാര്യ മേഖലയായിരിക്കും. അവർ പ്രോഫിറ്റ് മോട്ടീവ് ആയിരിക്കും. ആബ്സെൻസ് ഓഫ് ദ റോൾ ഓഫ് ഗവൺമെൻറ്റിന് വലിയ തരത്തിലുള്ള റോളൊന്നും ഉണ്ടായിരിക്കുകയുമില്ല. ഓക്കെ. സോഷ്യലിസം എന്താണ്? ഓണർഷിപ്പ് ഓഫ് ഓൾ ഫാക്ടേഴ്സ് ബൈ ഗവൺമെൻറ് ഓർ പബ്ലിക് സെക്ടർ. പൊതുമേഖലയുടെ ഉടമസ്ഥതയിലാണ് എല്ലാ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനും വരുന്നത്. അതുമാത്രമല്ല നോ പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്ന ഒരു സംവിധാനം സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടാവില്ല. ക്ഷേമരാഷ്ട്രം എന്ന ആശയത്തെ ബേസ് ചെയ്തുകൊണ്ടാണ് അവർ പ്രവർത്തിക്കുന്നുണ്ടായിരിക്കുക. വെൽഫെയർ മോട്ടീവാണ് സോഷ്യലിസം എന്ന് പറയുന്നത്. ഇനി മിക്സഡ് എക്കോണമി ഈസ് എ കോമ്പിനേഷൻ ഓഫ് ക്യാപിറ്റലിസം ആൻഡ് സോഷ്യലിസം. സോഷ്യലിസത്തിൻ്റെയും മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെയും സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെയും ഒരു സമ്മിശ്രമായ ഒരു കാഴ്ചപ്പാടിനെയാണ് മിശ്ര സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത്. പ്രൈവറ്റ് ആൻഡ് പബ്ലിക് സെക്ടർ കോ എക്സിസ്റ്റ്. സോ പ്രോഫിറ്റ് പ്ലസ് വെൽഫെയർ മോട്ടീവ് ആയിരിക്കും മിക്സഡ് എക്കോണമി എന്ന് പറയുന്നത്. സോ ദർ ആർ 3 ടൈപ്സ് ഓഫ് എക്കണോമിക് സിസ്റ്റം ഇൻ ദ വേൾഡ്: ക്യാപിറ്റലിസം, സോഷ്യലിസം ആൻഡ് മിക്സഡ് എക്കോണമി. നമ്മൾ അഡോപ്റ്റ് ചെയ്ത് ഏതാണ്? അങ്ങനെ ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻ ഉണ്ടാവും. മിശ്ര സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യ സ്വീകരിച്ച എക്കണോമിക് സിസ്റ്റം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതിനെ ചുക്കാൻ പിടിച്ചത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു. അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു ആണ് ഇന്ത്യയിൽ മിശ്ര സമ്പദ് വ്യവസ്ഥ കൊണ്ടുവരുന്നതിന് കാരണമായത് എന്നാണ് പറയുന്നത്. ഓക്കെ. 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ടും 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ എപ്പോഴും വരാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് എക്കണോമിക് സിസ്റ്റംസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. നന്നായിട്ട് പഠിക്കണം. എക്സാമിന് ചോദിക്കുന്ന സ്ഥിരം ക്വസ്റ്റ്യൻസിൽ ഒന്നാണ് എന്താണ് പ്ലാനിങ് എന്നറിയപ്പെടുന്നത്. പ്ലാനിങ് മീൻസ് ഇറ്റ് ഈസ് ഔട്ട് ഹൗ ദ റിസോഴ്സസ് ഓഫ് എ നേഷൻ ഷുഡ് ബി പുട്ട് ടു യൂസ്. അല്ലേ? ഒരു രാഷ്ട്രത്തിലുള്ള റിസോഴ്സസിനെ നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, എങ്ങനെയാണ് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ഉപയോഗിക്കുന്നത് എന്ന് പറയുന്നതാണ് ആ ഒരു ആസൂത്രണമാണ് പ്ലാനിങ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇന്ത്യൻ പ്ലാനിങ് ഡിസ്ക്രൈബ്ഡ് ആസ് ഗ്രോത്ത് വിത്ത് ജസ്റ്റിസ്, നീതിയോട് കൂടിയുള്ള സാമ്പത്തിക വളർച്ച എന്ന പേരിലാണ് ഇന്ത്യൻ പ്ലാനിങ്ങിനെ നമ്മൾ വിളിക്കുന്നത്. ഇന്ത്യൻ പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് സാധാരണ ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഫാദർ ഓഫ് ഇന്ത്യൻ പ്ലാനിങ്ങിൻ്റെ ഫാദർ എന്ന പേരിൽ അറിയപ്പെടുന്നത് എം വിശ്വേശ്വരയ്യ ആണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ് പ്ലാൻഡ് എക്കോണമി ഓഫ് ഇന്ത്യ. എം വിശ്വേശ്വരയ്യ എഴുതിയിട്ടുള്ള പുസ്തകമാണ് പ്ലാൻഡ് എക്കോണമി ഓഫ് ഇന്ത്യ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ പുസ്തകം പ്രസിദ്ധീകരിക്കപ്പെട്ട വർഷം 1934 ആണ്. 1938 നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി വന്നു. അത് ഹെഡ് ചെയ്തിരുന്നത് സുഭാഷ് ചന്ദ്രബോസും ജവഹർലാൽ നെഹ്റു ആയിരുന്നു. 1944 ബോംബെ പ്ലാൻ എന്ന പേരിൽ 8 വ്യവസായവാദികൾ എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് ഒരു ബോംബെ പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. 1944 ശ്രീമൻ നാരായൺ അഗർവാൾ ഗാന്ധിയൻ പ്ലാനുമായി മുന്നോട്ട് വന്നിരുന്നു. 1945 പ്യൂപ്പിൾസ് പ്ലാൻ കൊണ്ടുവന്നത് എം.എൻ. റോയി ആണ്. 1946 ഒക്ടോബറിൽ KC നിയോഗി പ്ലാനിംഗ് അഡ്വൈസറി ബോർഡ്, അന്നത്തെ ഇടക്കാല ഗവൺമെൻറ് ഒരു പ്ലാനിംഗ് അഡ്വൈസറി ബോർഡ് സെറ്റപ്പ് ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. 1950 സർവോദയ പ്ലാൻ ജയപ്രകാശ് നാരായണൻ കൊണ്ടുവന്ന ഒരു പ്ലാനാണ് സർവോദയ പ്ലാൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്.
1950 മാർച്ച് 15 പ്ലാനിംഗ് കമ്മീഷൻ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. പ്ലാനിംഗ് കമ്മീഷൻ്റെ ചെയർമാനായിട്ട് അറിയപ്പെടുന്നത് അന്നത്തെ പ്രൈം മിനിസ്റ്റേഴ്സ് ആണ്. അതായത് മാറി മാറി വരുന്ന പ്രൈം മിനിസ്റ്റേഴ്സ് ആയിരിക്കും പ്ലാനിംഗ് കമ്മീഷൻ്റെ ചെയർമാനായിട്ട് അറിയപ്പെടുന്നത് എന്നാണ് പറയുന്നത്. 1950 മാർച്ച് 15, 1950 മാർച്ച് 15, ഇത് ഓർമ്മയിൽ ഉണ്ടായിരിക്കണം. സ്ഥിരം എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. 1 ജാനുവരി 2015 വരെ പ്ലാനിംഗ് കമ്മീഷൻ പിന്തുടർന്നു പോന്നു. ജാനുവരി 2015 റീപ്ലേസ്ഡ് പ്ലാനിംഗ് കമ്മീഷൻ ആസ് നീതി ആയോഗായിട്ട് പ്ലാനിംഗ് കമ്മീഷൻ നമ്മൾ റീപ്ലേസ് ചെയ്തു എന്നാണ് പറയുന്നത്. ഓക്കെ. In 1950, the Planning Commission was set up under the chairmanship of the Prime Minister. പ്രൈം മിനിസ്റ്ററിൻ്റെ ചെയർമാൻഷിപ്പിലാണ് പ്ലാനിംഗ് കമ്മീഷൻ സെറ്റ് ചെയ്തത് എന്നാണ് പറയുന്നത്. ഇതാണ് ടെസ്റ്റിലുള്ള വാക്ക്. In 1950, the Planning Commission was set up under the chairmanship of the Prime Minister. പ്ലാനിംഗ് കമ്മീഷൻ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ആയിരുന്നില്ല. ഇറ്റ് ഈസ് നോട്ട് എ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി and a statutory body. It is a statutory body, or planning is a advisory body of the government. ഇത് വൺ വേർഡിന് വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ പ്ലാനിംഗ് എന്ന് പറയുന്നത്, പ്ലാനിംഗ് കമ്മീഷൻ എന്ന് പറയുന്ന ഒരു അഡ്വൈസറി ബോഡിയാണ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒരു അഡ്വൈസറി ബോഡി ആയിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ. ഇനി പെർസ്പെക്റ്റീവ് പ്ലാനുകളെ അവയുടെ നേച്ചറിനനുസരിച്ച് നമുക്ക് വിവിധ തരത്തിലേക്ക് തരംതിരിക്കാൻ പറ്റുമായിരുന്നു. അങ്ങനെയുള്ള ഒരു പ്ലാനാണ് പെർസ്പെക്റ്റീവ് പ്ലാൻ. ടെസ്റ്റിൽ ഡിസ്കസ് ചെയ്യുന്ന ഒരു പ്ലാനാണ് പെർസ്പെക്റ്റീവ് പ്ലാൻ എന്ന് പറയുന്നത്. 20 years ഓഫ് ലെങ്ത് ഉള്ള പ്ലാനിനെയാണ് നമ്മൾ പെർസ്പെക്റ്റീവ് പ്ലാൻസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ടെസ്റ്റിൽ പറയുന്ന മറ്റൊരു ഭാഗമാണ് ദ ആർക്കിടെക്റ്റ് ഓഫ് ഇന്ത്യൻ പ്ലാനിങ്. പ്ലാനിങ്ങിൻ്റെ പിതാവും പ്ലാനിങ്ങിൻ്റെ ശില്പിയും തമ്മിൽ മാറരുത്. പ്ലാനിങ്ങിൻ്റെ പിതാവ് എം വിശ്വേശ്വരയ്യയും പ്ലാനിങ്ങിൻ്റെ ശില്പി എന്ന് പറയുന്നത് PC മഹൽനോബിസുമാണ്. അദ്ദേഹം ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കൽക്കത്തയിൽ കൊണ്ടുവന്നിരുന്നു, സ്ഥാപിച്ചു. അതുമാത്രമല്ല സംഖ്യ എന്ന പേരിൽ ഒരു പുസ്തകം അദ്ദേഹം പബ്ലിഷ് ചെയ്യുകയും ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. ഇതാണ് PC മഹൽനോബിസ്. അദ്ദേഹത്തിൻ്റെ ഫുൾ നെയിം പ്രശാന്ത് ചന്ദ്ര മഹൽനോബിസ് എന്നാണ്. ഹി ഈസ് കൺസിഡേർഡ് ആസ് ദ മോഡേൺ സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ മോഡേൺ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ പിതാവായിട്ടും അദ്ദേഹത്തെ നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ. ഇനി ഇതിൽ ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ ദ ഗോൾസ് ഓഫ് 5-year പ്ലാൻ. 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ടും 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ടും ഒക്കെ സ്ഥിരം ചോദിക്കുന്ന ചോദ്യമാണ് ഗോൾസ് ഓഫ് ദ 5-year പ്ലാൻ. 4 ഗോളാണ് 5-year പ്ലാൻസിനുള്ളത്. ഒന്ന് ഗ്രോത്ത്, മോഡേണൈസേഷൻ, സെൽഫ് റിലയൻസ്, ഇക്വിറ്റി. ഓക്കെ. ഗ്രോത്ത്, മോഡേണൈസേഷൻ, സെൽഫ് റിലയൻസ്, ഇക്വിറ്റി. 4 ഗോളാണുള്ളത്. ഗ്രോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യക്ക് സാമ്പത്തിക വളർച്ച ഉണ്ടാക്കണം. മോഡേണൈസേഷൻ എന്ന് പറഞ്ഞു വെച്ചാൽ ആധുനിക സാങ്കേതിക വിദ്യയും ഒപ്പം തന്നെ അതിനനുസരിച്ച് കൊണ്ട് പുത്തൻ നവീനമായ ചിന്തകളെ അഡോപ്റ്റ് ചെയ്യാനുള്ളൊരു സാമൂഹിക പശ്ചാത്തലം ഉണ്ടാക്കിയെടുക്കുക എന്നതുകൂടെയാണ് ആധുനികവൽക്കരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെൽഫ് റിലയൻസ്, നമ്മളുടെ രാജ്യം സ്വയം പര്യാപ്തമായിരിക്കണം, എല്ലാ കാര്യത്തിലും സ്വയം പര്യാപ്തമായിരിക്കണം. അപ്പം അതിനെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പദ്ധതികളാണ് ആസൂത്രണം ചെയ്തത്. ഇക്വിറ്റി, നീതിയുക്തമായിട്ടുള്ള ഒരു വിതരണം നമ്മൾ നടപ്പിലാക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ. ഇനി ടോട്ടൽ 12 പ്ലാനുകളാണ് പ്ലാനിംഗ് കമ്മീഷൻ്റെ അണ്ടറിൽ എന്ത് ചെയ്തത് വന്നിട്ടുള്ളത് എന്നാണ് പറയുന്നത്. ഇൻ ടോട്ടൽ 12 plans are administered by the Planning Commission in India. Okay. Then Planning Commission റീപ്ലേസ് ചെയ്ത് വന്ന സ്ഥാപനത്തിൻ്റെ പേര് ചോദിച്ച് കണ്ടിട്ടുണ്ട്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിങ് ഇന്ത്യ. ഈ ഫുൾ ഫോം പഠിക്കണം. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിങ് ഇന്ത്യ എന്ന പേരിലാണ് നീതി ആയോഗിനെ അറിയപ്പെടുന്നത്. നീതി ആയോഗ് ഈസ് അഡ്വൈസറി ബോഡി ഓർ എ തിങ്ക് ടാങ്ക്. ഇതും പഠിച്ചു വയ്ക്കുക. തിങ്ക് ടാങ്ക് എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് നീതി ആയോഗ് മനസ്സിൽ വരണം എന്നാണ് പറയുന്നത്. ഓക്കെ. താങ്ക് യു. Then, impact of 5-year plans on Indian economy. ഇന്ത്യൻ എക്കോണമിയിൽ 5-year plans എങ്ങനെയാണ് ഇമ്പാക്റ്റ് ചെയ്തത്? 5-year plans ഇന്ത്യൻ എക്കോണമിയിൽ ഇമ്പാക്റ്റ് ചെയ്തത് പ്രധാനമായിട്ടും അഗ്രികൾച്ചർ സെക്ടറിലും അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ സെക്ടറിലും ആയിരുന്നു. അഗ്രികൾച്ചർ സെക്ടറിലെ ഏറ്റവും വലിയ പ്രശ്നമായിരുന്നു സ്റ്റാഗ്നേഷൻ എന്ന് പറയുന്നത്. നമ്മൾ കൊളോണിയൽ ഭരണകാലത്ത് അഗ്രികൾച്ചർ സെക്ടർ സ്റ്റാഗ്നേറ്റഡ് ആയിരുന്നു. സോ ദ ഗവൺമെൻറ് ഇൻട്രൊഡ്യൂസ് 2 മേജർ പ്രോഗ്രാംസ് സജസ് ലാൻഡ് റിഫോംസ് ആൻഡ് ഗ്രീൻ റവല്യൂഷൻ. ഭൂപരിഷ്കരണവും
ഹരിത വിപ്ലവം കൂടെ ഗവൺമെൻറ് നടപ്പിലാക്കി. ഇപ്പോൾ ലാൻഡ് റിഫോംസ് എന്ന പേരിൽ അറിയപ്പെടുന്നത് എന്താ? ലാൻഡ് ടു ദ ടില്ലർ വിച്ച് മീൻസ് കർഷകന് ഭൂമി കൊടുക്കുക എന്ന് പറയുന്ന, ലാൻഡ് ടു ദ ടില്ലർ എന്ന് പറയുന്ന ആശയത്തിൻ്റെ പുറത്താണ് നമ്മൾ ഭൂപരിഷ്കരണം നടപ്പിലാക്കിയത്. ഇത് മെയിൻലി എയിംഡ് അറ്റ് അച്ചീവിങ് ഇക്വിറ്റി ഇൻ ലാൻഡ് ഡിസ്ട്രിബ്യൂഷൻ, ഭൂമി വിതരണത്തിൽ ഒരു നീതിയുക്തമായ ഭൂമിയുടെ വിതരണം നടപ്പിലാക്കുക എന്ന ആശയത്തോട് കൂടിയിട്ടാണ് ലാൻഡ് റിഫോംസ് നടപ്പിലാക്കിയത്. ഇതിൻ്റെ ഭാഗമായിട്ട് ചെയ്ത കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട്. ഒന്ന്, അബോളിഷൻ ഓഫ് ദ ഇൻ്റർമീഡിയറീസ് ലൈക്ക് സെമീൻദാസിനെ പോലെയുള്ള ഇടനിലക്കാരെ ഒഴിവാക്കൽ, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദ ലാൻഡ് ടു ദ ടില്ലർ, കർഷകന് ഭൂമി കൈമാറ്റം, ലാൻഡ് സീലിംഗ്, ഒരു വ്യക്തിക്ക് കൈവശം വയ്ക്കാവുന്ന ഭൂമിക്ക് പരിധി നിശ്ചയിക്കൽ, റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് സർപ്ലസ് ലാൻഡ് എമംഗ് ദ ലാൻഡ്ലെസ് ആയിട്ടുള്ള ആളുകൾക്കിടയിൽ ഭൂമിയുടെ റീഡിസ്ട്രിബ്യൂഷൻ നടത്തുക. ഇത്രയും കാര്യങ്ങളാണ് ലാൻഡ് റിഫോംസിൽ നടപ്പിലാക്കിയത്. ലാൻഡ് റിഫോംസ് എന്ത് ചെയ്തു? ഏകദേശം ഭൂമി കൈവശമില്ലാത്ത ഇടനിലക്കാരെയൊക്കെ ഒഴിവാക്കി. അബോളിഷൻ ഓഫ് ദി ഇൻ്റർമീഡിയറീസ് മെയ്ഡ് 200 lakhs tenants are the owners of the land. 200 ലക്ഷം ആളുകളെ ഭൂമിയുടെ ഉടമകളാക്കി മാറ്റുന്ന ഒരു സാഹചര്യം ഇതിലൂടെ ഉണ്ടായി എന്നാണ് പറയുന്നത്. ഇതാണ് ഭൂപരിഷ്കരണത്തിൻ്റെ നേട്ടമായിട്ട് അറിയപ്പെടുന്നത്. ഇതിന് കുറച്ച് ഡീമെറിറ്റ്സും ഉണ്ട്. ഒന്നാമത്തെ ഡീമെറിറ്റ് ആണ് ദ ബിഗ് ലാൻഡ് ലോഡ് ചലഞ്ച് ദ ലോ ഇൻ കോർട്സ്. ഭൂമി കൈവശം വിട്ടു പോകുമെന്നറിഞ്ഞപ്പോൾ ഒരുപാട് വലിയ ഭൂ ഉടമകളൊക്കെ എന്ത് ചെയ്തു? ഈ നിയമത്തെ കോടതിയിൽ ചോദ്യം ചെയ്തു. ദിസ് ഡിലേഡ് ദ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ലോ. മീൻ ടൈം ലാൻഡ് ലോഡ്സ് രജിസ്റ്റേർഡ് ദെയർ ലാൻഡ് ഇൻ ദ നെയിം ഓഫ് ദ റിലേറ്റീവ്സ്. അതുകൊണ്ട് തന്നെ ഈ നിയമം പ്രവൃത്തിയിൽ വരുത്താൻ വേണ്ടിയിട്ട് കുറച്ച് സമയമെടുത്തു. ഈ സമയം കൊണ്ട് അവരെന്ത് ചെയ്തു? ഭൂമിയൊക്കെ അവരുടെ റിലേറ്റീവ്സിൻ്റെ പേരിലൊക്കെ അങ്ങ് മറിച്ച് എഴുതി കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായി എന്നാണ് പറയുന്നത്. ലാൻഡ് റിഫോംസ് വളരെ സക്സസ്ഫുള്ളി ആയിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്ത 2 സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളവും മറ്റൊന്ന് വെസ്റ്റ് ബംഗാളും. ഇതും ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. എപ്പോഴും സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. കേരളവും വെസ്റ്റ് ബംഗാളിലുമാണ് ലാൻഡ് റിഫോംസ് വളരെ സക്സസ്ഫുള്ളി ഇംപ്ലിമെൻ്റ് ചെയ്തതെന്നാണ് പറയുന്നത്. ഓക്കെ, ലാൻഡ് റിഫോംസും സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. 1 വേർഡ് ക്വസ്റ്റ്യനിലൊക്കെ കണ്ടുവന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ദാറ്റ് എന്തായാലും പഠിക്കുക.